കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അതീവ നിർണായകമായ ചില നീക്കങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്നിരിക്കുന്നത്. KPCC അധ്യക്ഷൻ കെ സുധാകരൻ AICC നേതൃത്വവുമായി നടത്തിയ കൂടിക്കാഴ്ചയോടെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവി മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഏകദേശമായ ഒരു ധാരണ രൂപപ്പെട്ടിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടണം എന്ന ശക്തമായ നിലപാടാണ് സുധാകരൻ ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഈ നീക്കത്തിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ തന്ത്രമുണ്ടെന്ന് വേണം കരുതാൻ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ എന്നിവരുമായി നടത്തിയ ചർച്ചയിൽ കേരളത്തിൽ ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന LDFനെ നേരിടാൻ രമേശ് ചെന്നിത്തലയുടെ ഭരണ പരിചയവും നേതൃപാടവവും അത്യന്താപേക്ഷിതമാണെന്ന് സുധാകരൻ തുറന്നു പറഞ്ഞു. ചെന്നിത്തലയെ മുൻനിർത്തിയുള്ള പോരാട്ടം പാർട്ടിക്ക് ഗുണകരമാകുമെന്ന സുധാകരന്റെ ഈ നിലപാട് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. വർഷങ്ങളായി കോൺഗ്രസിനുള്ളിലെ വിവിധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോരിന് വിരാമമിട്ട് എല്ലാവർക്കും സ്വീകാര്യനായ ഒരു നേതാവിലേക്ക് പാർട്ടി ഒന്നിക്കുന്നതിന്റെ സൂചനയാണ് ഇത്. എന്നാൽ ഈ ചർച്ചകളിൽ സുധാകരന്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ചും സുപ്രധാനമായ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കെ സുധാകരനെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനാണ് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നത്. ഇതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് AICCയിൽ ഉന്നത പദവി നൽകുമെന്ന ഉറപ്പ് രാഹുൽ ഗാന്ധി നൽകിയിട്ടുമുണ്ട്. കേരളത്തിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറാതെ തന്നെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി സുധാകരൻ പ്രവർത്തിക്കും. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള തന്റെ ആഗ്രഹത്തിൽ നിന്ന് സുധാകരൻ പിന്തിരിഞ്ഞത് ഹൈക്കമാൻഡിന്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണ്. കേരളത്തിലുടനീളം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ സുധാകരന്റെ സാന്നിധ്യം ആവശ്യമാണെന്ന് രാഹുൽ ഗാന്ധി വിലയിരുത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി സുധാകരനെ പ്രശംസിച്ചുകൊണ്ട് എക്സിൽ പങ്കുവച്ച കുറിപ്പ് ഇതിന് അടിവരയിടുന്നുണ്ട്. പ്രതിസന്ധികളെ അതിജീവിച്ച് കേരളത്തിലെ ജനങ്ങൾക്കായി പോരാടിയ കരുത്തനായ ഒരു നേതാവാണ് സുധാകരൻ എന്ന് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചു. ഇത് സുധാകരൻ എന്ന നേതാവിന് പാർട്ടി നൽകുന്ന വലിയ അംഗീകാരവുമാണ്. ഡൽഹിയിൽ നടന്ന ചർച്ചകളിൽ സുധാകരൻ ഡബിൾ ഹാപ്പിയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തനിക്ക് പദവികൾ ലഭിച്ചാലും ഇല്ലെങ്കിലും സാധാരണ പ്രവർത്തകർക്കൊപ്പം നിൽക്കാനാണ് താല്പര്യമെന്ന് അദ്ദേഹം പറയുമ്പോഴും ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചതിലൂടെ പാർട്ടിയിലെ ഐക്യം ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ നീക്കം കേരളത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പ് സമവാക്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നതാണ് ഇനി കാണേണ്ടത്. ചെന്നിത്തലയ്ക്ക് അനുകൂലമായ സുധാകരന്റെ നിലപാട് പാർട്ടിയിലെ I ഗ്രൂപ്പിനും A ഗ്രൂപ്പിനും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യത്തോടെ പോരാടാൻ ഈ തീരുമാനം കോൺഗ്രസിനെ സഹായിക്കുമെന്നതിൽ സംശയമില്ല. ചുരുക്കത്തിൽ ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായും സുധാകരനെ ദേശീയ തലത്തിലെ കരുത്തനായും അവതരിപ്പിച്ചുകൊണ്ട് കേരളം പിടിക്കാനുള്ള വലിയൊരു മാസ്റ്റർ പ്ലാനാണ് AICC തയ്യാറാക്കിയിരിക്കുന്നത്.